നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പിടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ വിസ്മയിപ്പിക്കുന്ന കലാപ്രകടനങ്ങൾക്ക് വേദിയായി ജില്ലാ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം. കട്ടിപ്പാറ കാരുണ്യതീരം ക്യാമ്പസിൽ നടന്ന ചിറക് കലോത്സവത്തിൽ ജില്ലയിലെ 22 സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നുള്ള 246 വിദ്യാർത്ഥികളാണ് വേദികളിൽ നിറഞ്ഞാടിയത്. കലോത്സവത്തിൽ പുറക്കാട് ശാന്തി സദനം സ്കൂൾ ഫോർ ഡിഫൻഡലി ഏബിൾസ് ചാമ്പ്യന്മാരായി. കൊയിലാണ്ടി നെസ്റ്റ് സ്പെഷ്യൽ സ്കൂൾ 2ഉം കുറ്റ്യാടി തണൽ കരുണ 3ഉം സ്ഥാനം നേടി. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി വിതരണം ചെയ്തു. മോഹിനിയാട്ടം, നാടോടി നൃത്തം, സംഘനൃത്തം, ലളിതഗാനം, സംഘഗാനം, ദേശഭക്തിഗാനം, ചിത്രരചന, പെയിന്റിംഗ്, ഉപകരണ സംഗീതം തുടങ്ങിയ ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾക്കൊപ്പം സ്പെഷ്യൽ സ്കൂളുകളിലെ തൊഴിൽ യൂണിറ്റുകളിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണന സ്റ്റാളുകൾ, നാഷണൽ ട്രസ്റ്റ് ഉൾപ്പെടെയുള്ള വിവിധ സ്ഥാപനങ്ങളുടെ ഹെൽപ്പ് ഡെസ്കുകൾ എന്നിവയും കലോത്സവ വേദിയിൽ ഒരുക്കിയിരുന്നു. ഉദ്ഘാടനം അഡ്വക്കേറ്റ് PTA റഹീം MLA നിർവഹിച്ചു. സ്വാഗത സംഘം ചെയർമാനും കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ പ്രേംജി ജെയിംസ് അധ്യക്ഷനായി. താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A അരവിന്ദൻ, കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സന്തോഷ്, മുഹമ്മദ് മോയത്ത്, DO സുബൈർ, AEO പൗളി മാത്യു, സിനിമാ താരം പ്രദീപ് ബാലൻ, കോമഡി ഉത്സവം ഫെയിം ഹസീബ് പൂനൂർ, ഡോക്ടർ ബഷീർ പൂനൂർ, സമദ് പാണ്ടിക്കൽ, TM താലീസ്, രാജൻ തെക്കയിൽ, അബ്ദുൾ ഹക്കീം തുടങ്ങിയവർ സംസാരിച്ചു. CKA ഷമീർ ബാവ സ്വാഗതവും IP മുഹമ്മദ് നവാസ് നന്ദിയും പറഞ്ഞു. ജില്ലയിൽ നടപ്പാക്കുന്ന ജലമാണ് ജീവൻ ക്യാമ്പയിനിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെയുള്ള ജലജന്യ രോഗങ്ങൾക്കെതിരെ നടത്തിയ ക്യാമ്പയിൻ ഏറെ ഫലപ്രദമായിരുന്നുവെന്ന് ജില്ലാ കളക്ടർ അഭിപ്രായപ്പെട്ടു. ഹരിത കേരളം മിഷൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ആരോഗ്യ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ക്യാമ്പയിനുകൾക്കൊപ്പം ജില്ലയിലെ സ്വിമ്മിംഗ് പൂളുകളിലെ ക്ലോറിനേഷനും മിനറൽ വാട്ടർ പ്ലാന്റുകളിലെയും ജലവിതരണ ഏജൻസികളിലെയും ശുചിത്വവും ബന്ധപ്പെട്ട വകുപ്പുകൾ ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ കളക്ടർ യോഗത്തിൽ നിർദ്ദേശിച്ചു. ഓഗസ്റ്റ് 30, 31 തീയതികളിലും തുടർന്നുമായി നടന്ന ക്ലോറിനേഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 81.26% സ്വകാര്യ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്തു. കൂടാതെ 84.02% പൊതുസ്ഥാപന കിണറുകളും 87.21% പൊതുകിണറുകളും ക്യാമ്പയിന്റെ ഭാഗമായി ക്ലോറിനേറ്റ് ചെയ്തു. 1,75,502 ടാങ്കുകളും വൃത്തിയാക്കി. ക്ലോറിനേഷൻ ക്യാമ്പയിനിൽ സെപ്റ്റംബർ 27, 28, ഒക്ടോബർ 2, 5 തീയതികളിൽ പൂർത്തീകരിക്കും. ഒക്ടോബർ 10 വരെ ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും ഹരിത കേരളം മിഷനും ചേർന്ന് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ച് കുട്ടികൾ വഴി അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാനുള്ള ക്യാമ്പയിൻ ഏറ്റെടുക്കും. ഹരിത കേരളം മിഷൻ വഴി ജില്ലയിലെ 29 സ്കൂളുകളിൽ സ്ഥാപിച്ച ഗുണനിലവാര പരിശോധനാ ലാബുകളെ സജ്ജമാക്കി പ്രാഥമിക ജലപരിശോധനാ ക്യാമ്പയിനുകളും ഈ കാലയളവിൽ ഏറ്റെടുക്കും. നവംബർ 1 വരെയുള്ള കാലയളവിൽ ജില്ലയിലെ പൊതുജല സ്രോതസ്സുകൾ ശുചീകരിക്കാൻ ക്യാമ്പയിൻ നടത്തും. യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ PT പ്രസാദ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജാറാം, ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ, ഹരിത കേരളം മിഷൻ പ്രതിനിധികൾ, മറ്റു വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ശാന്തി നഗറിലെ പട്ടയ പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി തോട്ടത്തിൽ രവീന്ദ്രൻ MLA, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് എന്നിവർ പ്രദേശം സന്ദർശിച്ചു. പട്ടയ അസംബ്ലിയിൽ കോഴിക്കോട് താലൂക്കിലെ പുതിയങ്ങാടി വില്ലേജിലുള്ള ശാന്തി നഗറിൽ താമസിക്കുന്ന 330ഓളം കുടുംബങ്ങളുടെ പട്ടയ പ്രശ്നങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. തുടർന്ന് പ്രശ്ന പരിഹാരത്തിന് സർക്കാർ അനുമതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു സന്ദർശനം. റവന്യൂ ഉദ്യോഗസ്ഥരുടെയും ജില്ലാ കളക്ടറുടെ ഇന്റേൺസിന്റെയും നേതൃത്വത്തിൽ ഓരോ കൈവശക്കാരുടെയും രേഖകൾ പരിശോധിച്ച് പട്ടയം നൽകുന്നതിനുള്ള വിവരശേഖരണമാണ് നടക്കുന്നത്. പുതിയങ്ങാടിയിൽ ടൗൺ സർവേ ഫീൽഡുകളിലും അതിനോട് ചേർന്ന് കിടക്കുന്ന സർവേ ചെയ്യാത്ത കടൽ പുറമ്പോക്ക് ഭൂമികളിലുമായി 1988 മുതൽ 2010 വരെയുള്ള വർഷങ്ങളിൽ നിരവധി കുടുംബങ്ങൾക്ക് സർക്കാർ ഭൂമി പതിച്ചു നൽകിയിരുന്നു. ഇതിൽ 214 കുടുംബങ്ങൾക്ക് ഹൗസിംഗ് ബോർഡ് വഴി വീടുകൾ നിർമ്മിച്ചു നൽകുകയും ചെയ്തു. കൃത്യമായ പരിശോധനകളിലൂടെയല്ലാതെ വീടുകൾ നിർമ്മിച്ചതിനാൽ പട്ടയ പ്രശ്നങ്ങൾ നേരിടുകയാണ് മിക്ക കുടുംബങ്ങളും. കടൽഭിത്തി നിർമ്മിച്ചതിന് 50 മീറ്റർ ചുറ്റളവിൽ ഉള്ളവരുടെ വീടുകൾ കടൽക്ഷോഭ ഭീഷണിയും നേരിടുന്നുണ്ട്. ഇതിന് ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള വിവരശേഖരണം കൂടിയാണ് നടന്നുവരുന്നത്. LR ഡെപ്യൂട്ടി കളക്ടർ PN പുരുഷോത്തമൻ,
കോഴിക്കോട് തഹസിൽദാർ പ്രേംലാൽ, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ജയരാജ്, ശ്രീജിത്ത്, ദിനേശൻ, വില്ലേജ് ഓഫീസർ ദീപ്തി വാസുദേവൻ, റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. സാങ്കേതിക കാരണങ്ങളാൽ സെപ്റ്റംബർ 24 മുതൽ 26 വരെ നോർക്ക റൂട്ട്സിന്റെ കോഴിക്കോട് സർട്ടിഫിക്കറ്റ് ഒതന്റിക്കേഷൻ സെന്ററിൽ അറ്റസ്റ്റേഷൻ സേവനം ഉണ്ടായിരിക്കുന്നതല്ലെന്ന് സെന്റർ മാനേജർ അറിയിച്ചു. തലയാട് മലപ്പുറം കോടഞ്ചേരി റോഡ് പ്രവൃത്തി നടക്കുന്നതിനാൽ കോടഞ്ചേരി പോലീസ് സ്റ്റേഷൻ മുതൽ തെയ്യപ്പാറ വരെ ഒക്ടോബർ 6 വരെ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടും. കോടഞ്ചേരി ഭാഗത്തുനിന്ന് തെയ്യപ്പാറ പോകുന്ന വാഹനങ്ങൾ കൈതപ്പൊയിൽ മലപ്പുറം വഴി തെയ്യപ്പാറയ്ക്കും തിരിച്ചു പോകണം. മലപ്പുറത്ത് നിന്ന് കോടഞ്ചേരിക്ക് പോകുന്ന വാഹനങ്ങൾ NH വഴി കൈതപ്പൊയിൽ കോടഞ്ചേരി റൂട്ട് തെരഞ്ഞെടുക്കണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. പന്നിയങ്കര KP കുഞ്ഞിക്കോയ റോഡിൽ ടാറിംഗ് നടക്കുന്നതിനാൽ പ്രവൃത്തി പൂർത്തിയാവുന്നതുവരെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കെൽട്രോൺ നടത്തുന്ന 3 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഇലക്ട്രോണിക് സെക്യൂരിറ്റി ആൻഡ് സർവൈലൻസ് സിസ്റ്റം, CCTV, ഫയർ അലാറം, ബർഗ്ലർ അലാറം, ആക്സസ് കൺട്രോൾ സിസ്റ്റം, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫൈബർ ഓപ്റ്റിക് ടെക്നോളജി കോഴ്സുകളിൽ പ്രവേശനം ആരംഭിച്ചു. യോഗ്യത SSLC. ഉയർന്ന യോഗ്യതയുള്ളവർക്ക് മുൻഗണന. ഫോൺ 0452301772 9526871584. ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന സ്കിൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. +2 കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള കോഴ്സുകൾ ചെയ്യുന്നതിലൂടെ ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ലഭിക്കും. ഫോൺ 7994449314. ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഉറുദു ഹൈസ്കൂൾ ടീച്ചർ NCA OBC കാറ്റഗറി നമ്പർ 797/2024 തസ്തികയിൽ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ലഭിക്കാത്തതിനാൽ തെരഞ്ഞെടുപ്പ് നടപടികൾ റദ്ദാക്കിയതായി PSC ജില്ലാ ഓഫീസർ അറിയിച്ചു. കോഴിക്കോട് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് വകുപ്പിൽ ആക്സിലറി നഴ്സ് മിഡ്വൈഫ് സെക്കൻഡ് കാറ്റഗറി നമ്പർ 013/2024 തസ്തികയുടെ റാങ്ക് പട്ടിക PSC ജില്ലാ ഓഫീസർ പ്രസിദ്ധീകരിച്ചു. കോഴിക്കോട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വകുപ്പിൽ സ്കിൽഡ് അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡ് കാറ്റഗറി നമ്പർ 014/2024 തസ്തികയുടെ സാധ്യതാ പട്ടിക PSC ജില്ലാ ഓഫീസർ പ്രസിദ്ധീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ SC യുവതികൾക്ക് ഗാർമെന്റ് കട്ടർ ആൻഡ് ഫാഷൻ ഡിസൈനിംഗ്, ഇൻസ്റ്റലേഷൻ, അസോസിയേറ്റ്, DTP, DCA, ടാലി, GST ഫയലിംഗ് എന്നീ കോഴ്സുകളിൽ സൗജന്യ പരിശീലനം നൽകും. സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ നേരിട്ടെത്തി പ്രവേശനം നേടാം. ഫോൺ 0452370026 8891370026. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.